നമസ്കാരം. ഇന്നാണ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ യോഗ ഇനി പാകിസ്ഥാനും പിന്തുടരും. ഇസ്ലാമാബാദിലെ F9 പാർക്കിൽ സൗജന്യ യോഗ ക്ലാസ് സംഘടിപ്പിച്ച വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചപ്പോഴും 178 രാജ്യങ്ങൾ ദിനാചരണത്തിൽ ഇന്ത്യക്കൊപ്പം ഒത്തുചേർന്നപ്പോഴും പാകിസ്ഥാൻ അത് അംഗീകരിച്ചിരുന്നില്ല. ഇന്ത്യയെ ആദ്യം എതിർത്തെങ്കിലും ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയുടെ വഴിയെ വന്നിരിക്കുകയാണ്. എന്നാൽ പാകിസ്ഥാനിൽ യോഗ പഠിപ്പിക്കാൻ അധികം സ്ഥാപനങ്ങളൊന്നും നിലവിലില്ല. ഭീകരവാദത്തെ പാലൂട്ടി വളർത്തുന്ന പാകിസ്ഥാൻ യോഗയിലേക്ക് തിരിയുന്നത് ലോകത്തിന്റെ കണ്ണിൽ പൊടിയിടാനല്ലേ എന്ന് ഒരു വിഭാഗം ചോദിക്കുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയും പട്ടിണിയുമായി രാജ്യം മുന്നോട്ട് പോകുമ്പോൾ യോഗയല്ല, അടിസ്ഥാന സൗകര്യങ്ങളാണ് ജനങ്ങൾക്ക് വേണ്ടതെന്നാണ് മറ്റൊരു വിഭാഗം പറയുന്നത്. എന്തായാലും യോഗ കൊണ്ടെങ്കിലും പാകിസ്ഥാന് നല്ല ചിന്ത ഉണ്ടായാൽ മതിയായിരുന്നു. യോഗയിലേക്കുള്ള പാകിസ്ഥാന്റെ ഈ മാറ്റം ലോകം അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത്. യോഗ ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമാണ്. 2014 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ ആരംഭിച്ചതിനെ തുടർന്ന് 2015 മുതൽ എല്ലാ വർഷവും ജൂൺ 21 ലോകമെമ്പാടും അന്താരാഷ്ട്ര യോഗാ ദിനം ആഘോഷിക്കുന്നുണ്ട്. ഇന്ത്യയുടെ യോഗ ഇന്ന് ആഗോള ബ്രാൻഡാണ്. ലോകത്തിൽ യോഗയ്ക്ക് വലിയ സ്വീകാര്യതയാണുള്ളത്. അതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളിൽ യോഗ പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനുമായി നിരവധി സെന്ററുകളുണ്ട്. യോഗയെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ, യോഗ എന്നത് വളരെ സൂക്ഷ്മമായ ഒരു ശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ആത്മീയ അച്ചടക്കമാണ്. അത് മനസ്സിനും ശരീരത്തിനും ഇടയിൽ ഐക്യം കൊണ്ടുവരുന്നതിൽ സഹായിക്കുന്നുണ്ട്. ഇത് ആരോഗ്യകരമായ ജീവിതത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നു. അടിസ്ഥാന മാനുഷിക മൂല്യങ്ങളാണ് യോഗാ സാധനയുടെ ഐഡന്റിറ്റി. ഇന്ത്യ അധ്യക്ഷ പദവി വഹിച്ച G20 കൂട്ടായ്മയുടെ പ്രമേയമായ വാസുദൈവ കുടുംബകം അഥവാ ലോകം ഒരു കുടുംബമാണ് എന്ന ആശയത്തോട് ചേർന്നാണ് 2023 യോഗാ ദിനത്തിന്റെ പ്രമേയം ആവിഷ്കരിക്കപ്പെട്ടത്. യോഗയുടെ ചരിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നാഗരികതയുടെ ഉദയത്തോടെയാണ് യോഗാഭ്യാസം ആരംഭിച്ചതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആദ്യത്തെ മതങ്ങളോ വിശ്വാസ സമ്പ്രദായങ്ങളോ ജനിക്കുന്നതിന് വളരെ മുമ്പാണ് യോഗയുടെ ശാസ്ത്രം, അതിൻ്റെ ഉത്ഭവം. യോഗാശാസ്ത്രത്തിൽ ശിവനെ ആദ്യത്തെ യോഗി അല്ലെങ്കിൽ ആദിയോഗി, ആദ്യ ഗുരു അഥവാ ആദിഗുരു എന്നിങ്ങനെ കാണുന്നുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഹിമാലയത്തിലെ കാന്തി സരോവർ തടാകത്തിന്റെ തീരത്ത് ആദിയോഗി തന്റെ അഗാധമായ അറിവ് ഐതിഹാസികരായ സപ്തഋഷികളിലേക്ക് അഥവാ 7 ഋഷികളിലേക്ക് പകർന്നു കൊടുത്തു. മുനികൾ ഈ ശക്തമായ യോഗാശാസ്ത്രം ഏഷ്യ, മധ്യഭാഗം ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോയി. കിഴക്ക്, വടക്കേ ആഫ്രിക്ക, തെക്കേ അമേരിക്ക എന്നിവിടങ്ങളിൽ ആധുനിക പണ്ഡിതന്മാർ ലോകമെമ്പാടുമുള്ള പുരാതന സംസ്കാരങ്ങൾ തമ്മിലുള്ള അടുത്ത സാമ്യതകൾ രേഖപ്പെടുത്തുകയും ആശ്ചര്യപ്പെടുകയും ചെയ്തു. എന്നിരുന്നാലും അഗസ്ത്യൻ എന്ന സപ്തഋഷിയുടെ പൂർണ്ണമായ ആവിഷ്കാരം ഇന്ത്യയിലാണ്. ഒരു പ്രധാന യോഗ ജീവിത രീതിയെ ചുറ്റിപ്പറ്റിയാണ് ഈ സംസ്കാരം രൂപപ്പെടുത്തിയത്. യോഗയുടെ ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നല്ല മെയ്വഴക്കവും സന്തുലിതാവസ്ഥയും മെച്ചപ്പെടുത്തുന്നു. യോഗാസനം പേശികളെ വലിച്ചു നീട്ടാനും ശക്തിപ്പെടുത്താനും സഹായിക്കുന്നുണ്ട്. സമ്മർദ്ദവും ഉത്കണ്ഠയും ഒഴിവാക്കുന്നു. യോഗയിൽ ശ്വസന രീതികളും ധ്യാനവും ഉൾപ്പെടുന്നുണ്ട്. ഇത് മനസ്സിനെ ശാന്തമാക്കാനും സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കാനും സഹായിക്കുന്നു. ആന്റിബോഡികളുടെ ഉൽപാദനം വർദ്ധിപ്പിച്ച് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുമെന്ന് യോഗ തെളിയിച്ചിട്ടുണ്ട്. രക്തസമ്മർദ്ദം കുറയ്ക്കുക, കൊളസ്ട്രോൾ അളവ് കുറയ്ക്കുക എന്നിവയിലൂടെ യോഗയ്ക്ക് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും കഴിയും. ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട്. കൂടാതെ സമ്മർദ്ദം കുറയ്ക്കുകയും വിശ്രമം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ഉറക്കത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും യോഗ സഹായിക്കും. ശക്തിയും സഹിഷ്ണുതയും വർദ്ധിപ്പിക്കുന്നു. ഇത് മൊത്തത്തിലുള്ള ശാരീരിക ക്ഷമത കൂട്ടുന്നു. സമ്മർദ്ദം കുറയ്ക്കുകയും ഏകാഗ്രത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ മാനസിക വ്യക്തതയും ശ്രദ്ധയും മെച്ചപ്പെടുത്താൻ യോഗയ്ക്ക് കഴിയും. യോഗയുടെ പ്രാധാന്യവും പ്രശസ്തിയും എല്ലാം ദിനംപ്രതി വർദ്ധിച്ചു വരുന്നുണ്ട്. ലോകത്തിന് ഇന്ത്യ നൽകിയ മഹത്തായ സംഭാവന തന്നെയാണ് യോഗ എന്ന് നിസ്സംശയം പറയാനാകും. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.